നിങ്ങൾ ഒരിക്കൽ ഇങ്ങനെ നെയ്ച്ചോറുണ്ടാക്കിയാൽ പിന്നെ വീണ്ടും വീണ്ടും ഇതുപോലെ മാത്രമേ നെയ്ച്ചോറുണ്ടാക്കൂ. നല്ല സോഫ്റ്റും രുചിയും ഒക്കെയുള്ള ഒരു നല്ല അടിപൊളി നെയ്ച്ചോറ് നമുക്ക് ഇന്നുണ്ടാക്കിയാലോ. നമ്മൾ ഇന്ന് നെയ്ച്ചോറ് വെക്കാൻ എടുത്തിരിക്കുന്നത് 1 കിലോ അരിയാണ്. ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഏത് അരിയാലും കുഴപ്പമില്ല. ഈ 1 കിലോ അരിക്ക് നമ്മൾ 6 7 പേർക്കോ കഴിക്കാൻ പറ്റുന്നതാണ്. അതാണ് ഇതിൻ്റെ ശരിയായ അളവ്. അരി നമ്മൾ കുറച്ച് നേരം മുമ്പേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലവണ്ണം കഴുകി കുതിർത്ത് വെച്ചാൽ മതിയേ. ഒരു 4 5 തവണ നല്ല വൃത്തി കഴുകി വെക്കണേ അരി. എന്നാൽ ചോറ് കട്ട പിടിക്കാതെ കിട്ടും. അരി എത്ര തവണ കഴുകുന്നു അത്രയ്ക്കും നല്ല ചോറായിരിക്കും. നമ്മൾ അരി കഴുകാറ് ഒന്നിക്കിൽ അരി നല്ലവണ്ണം കഴുകി വെള്ളം ഊറ്റി വെക്കും, അല്ലെങ്കിൽ അരമണിക്കൂർ കുതിർത്ത് വെക്കും. അങ്ങനെ ചെയ്താൽ ചോറ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അരിയൊക്കെ കഴുകി നല്ലവണ്ണം ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്ച്ചോറ് വെക്കാനുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് പശു നെയ്യ് ചേർത്ത് കൊടുത്തു. 2 വലിയ ടേബിൾ സ്പൂണാണ് പശു നെയ്യ് ചേർത്ത് കൊടുത്തത്. പിന്നെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണയും അതുപോലെ ഒരു 2 3 സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഒരു വലിയ ഉള്ളിയാണ് ചെറുതായി അരിഞ്ഞതിലേക്ക് വറുത്ത് കോരി പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി കുറച്ചുള്ളി അതിൽ തന്നെ കിടന്നോട്ടെ. പിന്നെ നമുക്കതിലേക്ക് കുറച്ച് കറുവാപ്പട്ടയും 2 3 ഏലക്കായും അതുപോലെ 2 3 ഗ്രാമ്പും എല്ലാം ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞ് ചേർക്കാം. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രുചിയും കൂടി ഉണ്ടാകും. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇങ്ങനെ നെയ്ച്ചോറുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഒരിക്കലും ഉണ്ടാക്കിയ ശേഷം പിന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ മാത്രമേ ഇപ്പം നെയ്ച്ചോറ് ഉണ്ടാക്കാറുള്ളൂ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പരിപ്പ് കറിയായാലും മതി. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. പിന്നെ ആ ഓൾ എന്ന ഓപ്ഷനില്ലേ അതുകൂടി ഒന്ന് അമർത്തിയേക്കണേ. കറിവേപ്പിലയും ഏലക്കായും കറുവാപ്പട്ടയും എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം വഴറ്റിയ ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തേ. 1 കപ്പ് അരിക്ക് നമ്മൾ 1.25 കപ്പാണ് വെള്ളം ചേർത്ത് കൊടുത്തത്. അത് ഏത് കപ്പായാലും അതിൻ്റെ 1.25 കപ്പാണ് വെള്ളം ചേർക്കേണ്ടത്. കാരണം ഇത് നെയ്ച്ചോറായത് കൊണ്ടാണ് 1.25 കപ്പ് വെള്ളം ചേർത്തത്. ബിരിയാണിക്കാണെങ്കിൽ 1.5 കപ്പ് വെള്ളം മാത്രം മതി. കാരണം അതിൻ്റെ മസാലേൻ്റെ ഗ്രേവിയെല്ലാം ഉണ്ടാകുമല്ലോ, അപ്പോൾ കറക്റ്റ് വെള്ളമായിരിക്കും. ഇത് നെയ്ച്ചോറായതുകൊണ്ട് 1.5 കപ്പ് വെള്ളം ചേർത്താൽ മതിയാവില്ല, ചോറിന് സോഫ്റ്റ് കിട്ടില്ല. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമ്മളൊന്ന് മൂടി വെച്ച് നല്ലവണ്ണം വെള്ളം തിളച്ചാൽ മാത്രമേ അരി ചേർത്ത് കൊടുക്കാൻ പറ്റൂ. ഇനി നെയ്ച്ചോറ് നെയ്യിലും വെളിച്ചെണ്ണയിലും മസാലയിലും ഇട്ട് നല്ലവണ്ണം വഴറ്റിയിട്ടും ഇങ്ങനെ തിളച്ച വെള്ളം ചേർത്ത് കൊടുത്ത് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പറ്റും. അതും നല്ല ടേസ്റ്റ് ആയിരിക്കും. വെള്ളം എന്തായാലും തിളച്ചിരിക്കണം. വെള്ളം തിളച്ചില്ലെങ്കിൽ നെയ്ച്ചോറ് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുമാത്രമല്ല പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യില്ല. ഈ തിളച്ച വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നെയ്ച്ചോറ് നന്നായി വെന്ത് കിട്ടും. അരിയൊക്കെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കണേ. അപ്പോഴേക്കും ചോറ് 1/4 വേവ് വെന്തിട്ടുണ്ടാകും കണ്ടോ. പിന്നെ മൂടിയൊക്കെ തുറന്ന് ഇങ്ങനെ മെല്ലനെ ഇളക്കി കൊടുത്താൽ മതി. അടിയിലുള്ള ചോറ് മേലെയും മേലെയുള്ള ചോറ് അടിയിലും ഒക്കെ ഒന്ന് മറിച്ചിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ച് ഇനി തീ വളരെ കുറച്ച് വെച്ചാൽ മതിയേ. മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് നോക്കിയാൽ വീണ്ടും നല്ലവണ്ണം പൊങ്ങിയിട്ടുണ്ടാവും ചോറ്. ഇങ്ങനെ തന്നെ ചോറുണ്ടാക്കിയാൽ നമുക്ക് തീർച്ചയായും 6 7 പേർക്ക് നല്ലവണ്ണം കഴിക്കാനുണ്ടാവും. ചോറിന് കറക്റ്റ് അളവ് കിട്ടിയെങ്കിൽ മാത്രമേ ചോറ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവുകയെ. ഇത് 1 കിലോ റൈസാണ് കണ്ടോ, ഇത്രയും ചോറുണ്ട്. ചിലരൊക്കെ നമ്മളോട് പറയാറുണ്ടായിരുന്നു 1 കിലോ അരിൻ്റെ ചോറ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 7 പേർക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ചോറ് വളരെ കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ എന്ന്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? കറക്റ്റ് അളവിൽ വെള്ളമില്ലാത്തത് കൊണ്ടാണ്. കൂടുതൽ വെള്ളം ചേർക്കുന്നത് കൊണ്ടായിരിക്കാം. ചോറ് വെന്ത് പോകുന്നത് കൊണ്ട് മാത്രമാണ് ചോറിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോകുന്നത്. ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. അങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ നമ്മളെ ചോറ് ഇതാ ഈ പരുവത്തിലായിട്ടുണ്ട്. ഇനി വീണ്ടും വളരെ കുറച്ച് തീയിൽ വെച്ചാൽ മതിയേ. എന്നാലേ അടിക്ക് പിടിക്കാതെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ചോറ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന്
ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. ഇതുപോലെ നിങ്ങൾ ഇതുവരെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നെയ്ച്ചോറോ ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ പശു നെയ്യിൻ്റെ കൂടെ വെളിച്ചെണ്ണ കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. പ്രത്യേക ഒരു രുചിയായിരിക്കും. കറിയില്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ നെയ്ച്ചോറൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന പൊരിച്ച ഉള്ളിയില്ലേ, അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാം നല്ലവണ്ണം വെന്ത ശേഷം അതിലേക്ക് കുറച്ച് കളർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. യെല്ലോ കളറ് ഒരല്പം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതും റോസ് വാട്ടറിൽ അല്പം കലക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനി നിങ്ങൾക്ക് കളർ ചേർക്കുന്നില്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. വേണമെങ്കിൽ മാത്രം മതി. സാധാരണയായി കാറ്ററിംഗുകാർ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? അവർ പറയാറുള്ളത് 300 ചോറിന് ഒരു ചോറിൽ മാത്രം കളറ് മതി. അതായത് അത്രയും കുറച്ച് കളറ് മതി. കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ നല്ല അടിപൊളി നെയ്ച്ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് അളവിൽ വെന്തിട്ടുണ്ട്. ഓരോ ചോറും വെവ്വേറെ തന്നെയാണ് ഉള്ളത്. നെയ്ച്ചോറൊക്കെ നല്ലവണ്ണം റെഡിയായി വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും നമ്മൾ വരുന്നത് വരെ തൽക്കാലം പോകുന്നേ. ടാറ്റാ, ബൈ ബൈ.